ഈ ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ ഉച്ചകോടിക്ക് ശേഷം യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യക്ക് വൻ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന ട്രംപിന്റെ അന്ത്യശാസനം വന്നിട്ടുണ്ട്. പി ജെയിംസ്, ഇതേ അന്ത്യശാസനത്തിന്റെ കട തുറന്നിട്ട് കുറച്ചു ദിവസമായി. നല്ല കച്ചവടമാണ് നടക്കുന്നത്. ഈ ട്രംപ് 6 മാസമായിട്ടുള്ള അധികാരത്തിൽ 2ാം തവണ വന്നിട്ട് ട്രംപ് ഈ നാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ, നമ്മൾ പറയില്ലേ ഈ തെരുവ് ഗുണ്ടകള് പോയി ആൾക്കാരെ ചീത്ത വിളിച്ച് കിടക്കുന്ന പോലെ, ഞാനാണ് ഇവിടുത്തെ ഗുണ്ട, വലിയ ഗുണ്ട എന്നുള്ള രീതിയിൽ സകലരെയും ചീത്ത വിളിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരിടയ്ക്ക് റഷ്യയോട് കൂടും, മറ്റേ പുട്ടിനെ കയറ്റി വെക്കും. പിന്നീട് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ അതിശക്തമായി ട്രംപിനെതിരെ രംഗത്ത് വന്നതാണ് ഇപ്പോൾ ഒരു വെർച്വൽ മീറ്റിംഗ് നടക്കാൻ കാരണം. അവർ പറഞ്ഞു, ഞങ്ങളുടെ ശബ്ദം കേൾക്കാതെ, ഉക്രൈൻ പ്രസിഡന്റ് വൊളഡിമിർ സെലൻസ്കിയുടെ ശബ്ദം കേൾക്കാതെ നിങ്ങൾ എങ്ങനെയാണ് അമേരിക്കയും റഷ്യയും കൂടി അലാസ്കയിൽ ചർച്ച നടത്തി പ്രശ്നങ്ങൾ തീർക്കാൻ പോകുന്നത്? ഉടനെ അടിയന്തരമായിട്ടൊരു വെർച്വൽ യോഗം കൂടി. അതിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടക്കം, അതുപോലെ തന്നെ ജർമ്മനിയുടെ അതുപോലെ ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാർമർ, ഫിൻലൻഡ്, പോളണ്ട്, അതുപോലെയുള്ള പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരുമായിട്ടാണ് ചർച്ച നടത്തിയത്. അതിനിടയിൽ ട്രംപ് ഒരു ഉറപ്പ് കൊടുത്തു, വൊളഡിമിർ സെലൻസ്കിയുടെയും ഉക്രൈൻ്റെയും ഭാഗം കേൾക്കാതെ യുദ്ധം സംബന്ധിച്ച് ഒരു ഒത്തുതീർപ്പ് പ്രഖ്യാപനം ഉണ്ടാവില്ല, അത് കേട്ടിരിക്കും. ഇത് യുദ്ധം വെടിനിർത്തലിന് വേണ്ടിയുള്ള അലാസ്കയിൽ നടക്കുന്ന ഉച്ചകോടിയാണ്. അലാസ്ക റഷ്യയിൽ നിന്ന് 50 മൈൽ മാത്രം ദൂരെയാണ്. അതുകൊണ്ട് പുട്ടിന് വരാൻ എളുപ്പമുണ്ട്. അന്താരാഷ്ട്ര കോടതിയൊക്കെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കെട്ടുപാടുകളുണ്ട് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റും ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആയിരക്കണക്കിന് മാധ്യമപ്രവർത്തകരാണ് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തുന്നത്. ഒരു പക്ഷേ വലിയ, പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധം സംബന്ധിച്ച വലിയ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത്, ഇതിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ റഷ്യക്ക് വൻ പ്രത്യാഘാതം നേരിടേണ്ടി വരും, വേണ്ടി വന്നാൽ ഞങ്ങളും രംഗത്തിറങ്ങും എന്നുള്ള രീതിയിലാണ്. അമേരിക്കൻ ആയുധം കൂടുതൽ ഉക്രൈന് നൽകും, യൂറോപ്പിൽ രംഗത്തിറക്കും എന്നുള്ള ഭീഷണി അദ്ദേഹം മുഴക്കാം. അതിനിടയിൽ 24 പ്രതി മധുകൊട്ടാരക്കര ഉണ്ട് കേട്ടോ അവിടെ കവർ ചെയ്യാനായിട്ട്.